السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 247 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല സംഗമം സ്വാലിഹായ അവരമരായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ, സഹായിച്ചവർ എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 247 പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما أن جاء البشير ألقاه على وجهه فارتد بصيرا قال لم أقل لكم إني أعلم من الله ما لا تعلمون قالوا يا أبانا استغفر لنا ذنوبنا إنا كنا خاطئين قال سوف أستغفر لكم ربي إنه هو الغفور الرحيم. فلما دخلوا على يوسف آوى إليه أبويه وقالوا ادخلوا مصر إن شاء الله آمنين ورفع أبويه على العرش وخروا له سجدا قال يا أبت هذا تأويل رؤياي من قبل قد جعلها ربي حقا وقد أحسن بي إذا خرجني من السجن وجاء بكم من البدو من بعد أن نزغ الشيطان بيني وبين إخوتي إن ربي لطيف لما يشاء إنه هو العليم الحكيم. رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين ذلك من أنباء الغيب نوحيه إليك وما كنت لديهم إذ أجمعوا أمرهم وهم يمكرون وما أكثر الناس ولو حرصت بمؤمنين صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 96 മുതൽ 103 വരെയുള്ള 8 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. 13-ാമത്തെ ജുസിൽ 247 പേജ്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാം സഹോദരങ്ങളോട് പരമമായ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തി. അവർക്ക് മാപ്പ് ചെയ്തു കൊടുത്തു. ബാപ്പാൻ്റെ വിവരങ്ങൾ അന്വേഷിച്ചു. ആകെ പ്രയാസത്തിലാണെന്നും കാഴ്ചശക്തിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും സഹോദരങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കുപ്പായം കൊടുത്തയച്ചിട്ട് അത് ബാപ്പാൻ്റെ മുഖത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലേ? ആ കുപ്പായം കൊണ്ട് സഹോദരന്മാർ ഈജിപ്തിൽ നിന്ന് യാത്ര തിരിച്ചപ്പോഴേക്കും ആ കുപ്പായത്തിൻ്റെ സുഗന്ധം അങ്ങകലെ കൻആനിലുള്ള യാക്കൂബ് നബി അലൈഹി സ്വലാമിന് ലഭിക്കുകയാണ്. മഹാനവറുകൾ അത് കൂടെയുള്ള ആളുകളോട് തുറന്നു പറയുകയും ചെയ്തു. വീട്ടുകാരപ്പോഴും മഹാനവറുകൾ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. പ്രായം കൂടിയില്ലേ, അത്തും വിത്തും പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിഭ്രമം സംഭവിച്ചെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് ചെയ്തത്. ഇത്രയുമാണ് കഴിഞ്ഞ പേജിൽ നമ്മൾ പഠിച്ചത്. ഇനി പറയുന്നത് ആ സഹോദരങ്ങൾ ആ കുപ്പായവുമായി കൻആനിൽ എത്തിച്ചേരുന്ന രംഗമാണ്. ആ കുപ്പായ വാഹകൻ, ആ കുപ്പായമുള്ള ആള് വീട്ടിലെത്തി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്. എന്താ സംഭവിക്കാൻ പോകുന്നത്? ആ കുപ്പായം ആ പിതാവിൻ്റെ മുഖത്ത് വെച്ചു കൊടുത്തു. അത്ഭുതം! കരഞ്ഞു കരഞ്ഞു കണ്ണ് കലങ്ങി കാഴ്ച നഷ്ടപ്പെട്ട ആ പിതാവിന് കാഴ്ചയതാ തിരിച്ചു കിട്ടിയിരിക്കുന്നു. മാഷാ അല്ലാഹ്. ഏതായാലും മക്കളൊക്കെ എത്തി. എല്ലാവരും പരസ്പരം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ബാപ്പാനോട് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ മക്കൾ പറഞ്ഞു. അപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത്ര മക്കളോട്, മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാമെന്ന്. അള്ളാഹുവിൽ നിന്നാണ് അറിവുകൾ എനിക്ക് കിട്ടിയത്. അള്ളാഹു തആല സർവജ്ഞനാണ്, സൂക്ഷ്മജ്ഞാനിയാണ്. അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള അറിവുകൾ പിഴക്കുകയില്ലല്ലോ. ഞാൻ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിരുന്നില്ലേ? നോക്കൂ, 96-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما أن جاء البشير ألقاه على وجهه فارتد بصيرا
قال ألم أقل لكم إني أعلم من الله ما لا تعلمون فلما أن جاء البشير അങ്ങനെ ശുഭവാർത്താ വാഹകനെത്തിയപ്പോൾ, ബഷീർ എത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ ശുഭവാർത്താ വാഹകൻ, സന്തോഷവാർത്ത വഹിക്കുന്ന ആളെത്തിയപ്പോൾ, അൽഖാഹു ആ കുപ്പായത്തെ വെച്ചു കൊടുത്തു, അലാ വജ്ഹിഹി യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മുഖത്ത്. യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മുഖത്ത് ആ കുപ്പായം വെച്ചു കൊടുത്തപ്പോൾ ഫർതദ്ദ ബസീറാ, ഉടനെ തന്നെ താൻ കാഴ്ചയുള്ളവനാവുകയും ചെയ്തു. ഫർതദ്ദ ബസീറാണ്, കാഴ്ചയുള്ളവനായി മടങ്ങി എന്നാണ്, കാഴ്ച കിട്ടി, തിരിച്ചു കിട്ടിയെന്നർത്ഥം. ഖാല, അപ്പൊ മഹാനവർകൾ പറഞ്ഞു, അലം അഖുല്ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, ഇന്നി അലമു, തീർച്ചയായും ഞാൻ അറിയുന്നുണ്ടെന്ന്, മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന്, മാലാ തഅലമുൻ, നിങ്ങളറിയാത്ത പലതും ഞാൻ അറിയുന്നുണ്ടെന്ന് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ എന്ന്. ഫലമ്മ അൻ ജാഅഹുൽ ബഷീർ, ബഷീർ എന്ന് പറഞ്ഞാൽ സന്തോഷ വിവരം അല്ലെങ്കിൽ സന്തോഷ വാർത്ത മുൻകൂട്ടി അറിയിക്കാൻ വരുന്ന ആൾക്കാണ് ബഷീർ എന്ന് പറയുക. അതായത് യാത്രാ സംഘങ്ങളൊക്കെ പണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമെടുത്തിട്ട് യാത്ര ചെയ്യുന്ന സംഘങ്ങളല്ലേ. അപ്പോൾ ആ യാത്രാ സംഘം വന്നെത്തുന്നതിന് മുന്നോടിയായി ഇങ്ങനെ പ്രത്യേക വിവരങ്ങൾ, സന്തോഷ വാർത്തയൊക്കെ പറയാനുള്ള ആൾക്കാർ നേരത്തെ വരും, അയാൾ മുന്നിൽ വേഗം വരും. ഇവിടെ ഇങ്ങനെ വന്ന ആൾ യഹൂദ എന്ന സഹോദരനായിരുന്നു എന്നാണ് പറയുന്നത്, മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ യഹൂദയുടെ അടുത്ത് തന്നെയായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാം കൊടുത്തയച്ച കുപ്പായം ഉണ്ടായിരുന്നത്. അപ്പം നേരത്തെ സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ആൾ യഹൂദയാണ്. ആ യഹൂദൻ്റെ കയ്യിൽ തന്നെയാണ് ആ കുപ്പായം ഉണ്ടായിരുന്നത്. ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പ് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണറ്റിൽ തള്ളിയില്ലേ, അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു ചോര പുരണ്ട കുപ്പായം ഇവർ കൊണ്ടുവന്നിരുന്നല്ലോ വാപ്പാക്ക് കൊടുക്കാൻ വേണ്ടി. ആ കുപ്പായം കൊണ്ടുവന്നതും യഹൂദ തന്നെയായിരുന്നു. ഈ സംഭവം അനുസ്മരിച്ചുകൊണ്ട് ഈജിപ്തിൽ നിന്ന് വന്ന കുപ്പായം വാപ്പാൻ്റെ മുഖത്ത് വെച്ചപ്പോൾ യഹൂദ പറഞ്ഞത്രേ, അന്ന് ഞാൻ വാപ്പാനെ ദുഃഖിപ്പിച്ച പോലെ ഇന്ന് ഞാൻ അവരെ സന്തോഷിപ്പിക്കട്ടെ എന്ന്. ഇനി നമ്മൾ 97 98 ആയത്തിലേക്ക് കടക്കുകയാണ്. ഏതായാലും ആ മക്കളെല്ലാവരും ബാപ്പാൻ്റെ മുന്നിൽ വന്നു നിന്നു. നിങ്ങളെ രംഗൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. സ്വന്തം അനുജനെ കൊണ്ടുപോയി മരണത്തിലേക്ക് എറിഞ്ഞ് അവനെ ചെന്നായ പിടിച്ചു എന്ന് കള്ളം പറഞ്ഞ് നുണയുടെ ആ വ്യാജത്തിൻ്റെ ആ കളവ് ഇവിടെ പുറത്തായിരിക്കുകയാണ്. ആ ജ്യേഷ്ഠന്മാരുടെ കുറ്റം തെളിഞ്ഞിരിക്കുകയാണ്. അവർ പറഞ്ഞത് പച്ച നുണയാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വാപ്പാനോട് പറയണം, വാപ്പാ ഞങ്ങൾക്ക് തെറ്റുബോധ്യമായി, ഞങ്ങൾ മഹാ അപരാധമാണ് ചെയ്തത്. അവർ സമ്മതിക്കുകയാണ്. ആ മഹാപാതകം പുറത്തു കിട്ടാനായി അള്ളാഹുവിനോട് താങ്കൾ ദുആ ചെയ്യണമെന്ന് വാപ്പാനോട് അപേക്ഷിക്കുകയാണ് മക്കൾ. വാപ്പ എന്താ പറഞ്ഞത്? ആയിക്കോട്ടെ, ഞാൻ ദുആ ചെയ്യാം, ഇൻഷാ അല്ലാഹ്, ഞാൻ പിന്നീട് നിങ്ങൾക്കൊണ്ട് ദുആ ചെയ്യാം, നിങ്ങൾക്ക് പുറത്തു കിട്ടാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കാം. നോക്കൂ 97 98. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا يا أبانا استغفر لنا ذنوبنا إنا كنا خاطئين قال سوف أستغفر لكم ربي إنه هو الغفور الرحيم قالوا മക്കൾ പറഞ്ഞു, യാ അബാന, ഞങ്ങളുടെ പിതാവേ, ഇസ്തഗ്ഫിർ ലനാ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മാപ്പ് തേടണം, പൊറുക്കലിൽ തേടണം, ഇസ്തിഗ്ഫാർ ചെയ്യണം, ദുനൂബന, ഞങ്ങളുടെ തെറ്റുകൾക്ക്, ഞങ്ങളുടെ പാപമോചനത്തിനായി അങ്ങ് അള്ളാഹുവിനോട് തേടിയാലും, ഇന്നാ കുന്നാ ഖാതിഈൻ, തീർച്ചയായും ഞങ്ങൾ കുറ്റവാളികളായി കഴിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ചെയ്തത് മഹാപാതകം തന്നെയാണ്. ഖാല, മഹാനവർകൾ മറുപടി പറഞ്ഞു, സൗഫ, പിന്നീട്, അസ്തഗ്ഫിറു ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാം, റബ്ബി, എൻ്റെ റബ്ബിനോട്, ഇന്നഹു, തീർച്ചയായും അല്ലാഹു തആല ഹുവൽ ഗഫൂറുർ റഹീം, അവൻ ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണാമയനുമാണ് അവൻ, അതുകൊണ്ട് ഞാൻ ചെയ്യാം. പ്രവാചകന്മാരായ ആളുകൾക്ക് എപ്പോഴും അനുയായികളോട് വാത്സല്യമായിരിക്കും ഉണ്ടാവുക. തൻ്റെ കൗമിൽപ്പെട്ട ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ ഒരിക്കലും പ്രതികാര മനസ്ഥിതിയോടെ കാണുക എന്ന സ്വഭാവമേ പ്രവാചകന്മാരിൽ ഉണ്ടാവില്ല. അതാണ് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാം ഇത്രയും വളരെ സൗമ്യമായി അവർക്ക് വേണ്ടി ദുആ ചെയ്യാം, ഇസ്തിഗ്ഫാർ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇവിടെ 98 ആയത്തിൽ സൗഫ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഖാല സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, പിന്നീട് പാപമോചനം തേടാം. ഇവിടെ പിന്നീട് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? വിവിധ അഭിപ്രായങ്ങൾ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുതരമായ തെറ്റ് ചെയ്ത ആളുകളാണല്ലോ അപ്പോൾ ഈ മക്കൾ. അതുകൊണ്ട് ദുആക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള സമയത്ത് ഞാനത് ചെയ്യാം എന്ന നിലക്കാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം പിന്നീട് എന്ന് പറഞ്ഞത്. ഇതാണ് ഒരു അഭിപ്രായം.
അത്താഴത്തിൻ്റെ സമയത്ത് ചെയ്യാമെന്നോ അടുത്ത വെള്ളിയാഴ്ച രാവിലെ ചെയ്യാമെന്നോ ഒക്കെ ഉള്ള നിലക്കാണ് അത് പറഞ്ഞത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ സൗഫയുടെ അർത്ഥം. പിന്നീട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ഇനി 99-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. സഹോദരന്മാരെ കുപ്പായവുമായി കനാനിലേക്ക് പറഞ്ഞയച്ചപ്പോൾ കുടുംബത്തെ എല്ലാവരെയും കൂട്ടി വരണം എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞിരുന്നല്ലോ. എല്ലാവരെയും ക്ഷണിച്ചിരുന്നു അല്ലേ? അങ്ങനെ ബാപ്പാനെയും കുടുംബക്കാരെയും കൊണ്ടുവരാൻ വേണ്ടി 200 വാഹനങ്ങളും, അതായത് സവാരി മൃഗങ്ങൾ, 200 സവാരി മൃഗങ്ങളും യാത്രക്കാവശ്യമായ മറ്റു സാമഗ്രികളും കൊടുത്തയച്ചിരുന്നു എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. കാരണം കനാനിൽ കടുത്ത പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്. യാത്രക്കുള്ള ഒരുക്കങ്ങളോ മറ്റോ നടത്താൻ അവരുടെ കയ്യിലൊന്നും ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാം യൂസുഫ് നബി അലൈഹി സ്വലാം ഈജിപ്തിൽ നിന്ന് കൊടുത്തയച്ചിരുന്നു അത്രേ. ഏതായാലും യാക്കൂബ് നബി അലൈഹി സ്വലാമും മക്കളും പൗത്രരും കൂട്ടുകുടുംബങ്ങളും ഒക്കെ കനാനിൽ നിന്ന് യാത്ര തിരിക്കാൻ ഒരുങ്ങുകയാണ്. അവർ എല്ലാവരും കൂടെ അന്ന് 100-ൽ താഴെ ആളുകളാണ് അത്ര ഉണ്ടായിരുന്നത്. 72 പേരായിരുന്നു എന്നും റിപ്പോർട്ടുണ്ട്. ഏതായാലും 100-ൽ താഴെയേ ഉള്ളൂ. രാജാവിൻ്റെ പ്രത്യേകമായ ക്ഷണം സ്വീകരിച്ചാണ് അവരിവിടെ ഈജിപ്തിലേക്ക് എത്താൻ പോകുന്നത്. ആ ഒരു സംഘത്തെ സ്വീകരിക്കാൻ നാടും നഗരവും ഒരുങ്ങുകയാണ്. രാജാവിൻ്റെ അതിഥികളല്ലേ, എങ്ങും ഉത്സവ പ്രതീതിയാണ്. നീണ്ട വേർപാടിനു ശേഷം കണ്ടുമുട്ടാൻ പോകുന്ന പിതാവിനെ സ്വീകരിക്കാൻ യൂസുഫ് നബി അലൈഹി സ്വലാം കൊട്ടാരത്തിൽ നിന്നിറങ്ങി നഗരത്തിൻ്റെ കവാടത്തിലേക്ക് പോയി. കൂടെ പ്രമുഖരുണ്ട്, പരിവാരങ്ങളുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സന്തോഷത്തിന് അതിരില്ല. വാപ്പാനെ കാണാൻ പോവാണ്. കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി നഗരത്തിൻ്റെ വാതിൽക്കലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ് വാപ്പാനെ സ്വീകരിക്കാൻ. യൂസുഫ് നബി അലൈഹി സ്വലാം നേരിട്ട് ചെല്ലുകയാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാമും കുടുംബവും അതാ കനാനിൽ നിന്ന് പുറപ്പെട്ട് നഗരത്തിൻ്റെ ഈജിപ്തിൻ്റെ നഗരത്തിൻ്റെ അതിർത്തിയിലേക്ക് എത്തുകയാണ്. അവരെങ്ങനെ കണ്ടപ്പോഴേക്കും യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സന്തോഷം മണപൊട്ടി ഒഴുകി. ആ രംഗം ആലോചിച്ച് നോക്കൂ. മഹാനവറുകൾ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ചു സ്വീകരിച്ചു. ബാപ്പാക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ താൽക്കാലികമായ വീടുണ്ട് അവിടെ, ആ നഗരത്തിൻ്റെ കവാടത്തിനടുത്ത്, ആ മന്ദിരത്തിൽ സവിശേഷമായ രാജകീയ കട്ടിലിൽ ബാപ്പാനെ സ്വീകരിച്ചിരുത്തി. കുറച്ച് വിശ്രമിച്ച് സാവകാശം നഗരത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കഴിച്ചും എല്ലാവരും കൊട്ടാരത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. നോക്കൂ 99-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ ദഖലു അലാ യൂസുഫ് ആവാ ഇലൈഹി അബവൈഹി വഖാലു ദഖുലു മിസ്ര ഇൻഷാ അല്ലാഹു ആമിനീൻ. ഫലമ്മാ ദഖലു അലാ യൂസുഫ്, അങ്ങനെ അവരെല്ലാവരും യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തെത്തിയപ്പോൾ, പ്രവേശിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അടുത്തെത്തിയപ്പോൾ, ആവാ ഇലൈഹി, ആവാ യൂസുഫ് നബി അലൈഹി സ്വലാം ചേർത്തു, ഇലൈഹി തന്നിലേക്ക്, അബവൈഹി മാതാപിതാക്കളെ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ യൂസുഫ് നബി അലൈഹി സ്വലാം ആശ്ലേഷിച്ചു, തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. വഖാല, എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഉദ്ഖുലൂ മിസ്ര, നിങ്ങൾ ഈജിപ്തിൽ പ്രവേശിച്ചുകൊള്ളൂ, ഇൻഷാ അല്ലാഹു, അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം, ആമിനീൻ, സമാധാനപൂർണരായി, റാഹത്തോടെ സമാധാനത്തോടെ ഈജിപ്തിലേക്ക് കടന്നുകൊള്ളൂ എന്ന് മഹാനവറുകൾ സ്വാഗതം ഓതുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ഈ ആയത്തിലുള്ള പദം നമ്മൾ പ്രയോഗിക്കാറുണ്ടല്ലോ അല്ലേ? ബറക്കത്തും അള്ളാഹുവിന് അനുഗ്രഹവും വേണ്ടുകയും ഉദ്ദേശിച്ച് പറയുന്നതാണ് ഇൻഷാ അല്ലാഹ്. എന്ത് നല്ല കാര്യവും പിന്നീട് ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെ പറയണം എന്ന് അള്ളാഹു തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ പ്രത്യേകം അത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, 23-ും 24-ലും അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ ഇൻ യശാ അല്ലാഹ്. ഒരു കാര്യവും നാളെ ചെയ്യുമെന്ന് പറയരുത്, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടൊഴികെ. അപ്പം നമ്മളത് ശീലിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ 100-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഏതായാലും എല്ലാവരും കൊട്ടാരത്തിലെത്തി. യൂസുഫ് നബി അലൈഹി സ്വലാം തൻ്റെ മാതാപിതാക്കളെ തൻ്റെ സിംഹാസനത്തിൽ, രാജകീയ സിംഹാസനത്തിൽ ഉപവിഷ്ടരാക്കി. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമും 11 സഹോദരങ്ങളും പിന്നെ അവരെല്ലാവരും കൊട്ടാരത്തിലെത്തി. ഔപചാരികതയൊക്കെ കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളും സഹോദരങ്ങളും യൂസുഫ് നബി അലൈഹി സ്വലാമിന് സാഷ്ടാംഗ പ്രണാമം നടത്തി. സാഷ്ടാംഗം പ്രണമിച്ചു. അത് അന്നത്തെ ഒരു ആചാരമാണ്. അന്നത്തെ ആചാരപ്രകാരം ആദരവിൻ്റെ സാഷ്ടാംഗം സുജൂദ് ചെയ്തു. താൻ മുമ്പ് കണ്ട സ്വപ്നത്തിൻ്റെ 4-ാം ആയത്തിൽ നമ്മൾ പഠിച്ചല്ലോ, ഈ സൂറത്ത് തുടങ്ങിയപ്പോൾ 4-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചു, ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണിത് എന്ന് അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം എല്ലാവരോടുമായി പറയുകയും ചെയ്തു. ഇപ്പോൾ
എന്നിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാം കുറേ അതിനോട് ചേർത്ത് പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഈ നിലയിലേക്ക് എത്തിയത് അള്ളാഹുവിൻ്റെ അതിനിഗൂഢമായ ഭരണതന്ത്രത്തിൻ്റെ ഫലമാണ്. അള്ളാഹു ചെയ്തു കൊടുത്ത വലിയ അനുഗ്രഹങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തി, അത് വലിയ അനുഗ്രഹമാണ്. മഹാനവർകൾ എണ്ണാണ്. എന്നെ അള്ളാഹു തആല ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തി. ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് സാധാരണ ജയിൽ പുള്ളികൾ രക്ഷപ്പെടുന്ന പോലെയല്ല. രാജാവിൻ്റെ സവിശേഷ പരിഗണനയോടെയാണ് മഹാനവകൾ ജയിൽ മോചിതനായത്. അതേപോലെ തന്നെ മറ്റൊരു അനുഗ്രഹമായി എണ്ണി പറയുന്നത്, ഫലസ്തീനിൻ്റെ കുന്നിൻ ചെരുവുകളിൽ ഗ്രാമീണരായി കഴിഞ്ഞു വന്നിരുന്ന യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെയും കുടുംബത്തെയും ഈജിപ്ത് നഗരത്തിൽ എത്തിച്ചു. അതാണ് രണ്ടാമത്തെ അനുഗ്രഹമായി പറയുന്നത്. അങ്ങകലെ ഗ്രാമത്തിൽ നിന്ന് ഈജിപ്ത് നഗരത്തിലേക്ക് ബാപ്പാനെയും കുടുംബങ്ങളെയും എത്തിച്ചു. അത് വലിയ നിഅമത്താണ്. ഈജിപ്ത് എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും പുരാതനമായ നഗരങ്ങളിലൊന്നാണ്. ഒരുപാട് സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിലാണ് ഈജിപ്ത്. ഗ്രാമപ്രദേശത്ത് നിന്ന് ഒരു പ്രവാചക ശൃംഖല നഗരത്തിലെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഗ്രാമങ്ങളിൽ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. നഗരങ്ങൾ അങ്ങനെയല്ല, ആളുകൾ തിങ്ങിപ്പാർക്കുകയായിരിക്കും നഗരങ്ങളിലുള്ളത്. അപ്പോൾ തൗഹീദിൻ്റെ പ്രചാരണത്തിനും ദീനി ദഅവത്ത് നടത്താനുമൊക്കെ ഏറ്റവും എളുപ്പവും നല്ലതും ടൗണുകളുടെ അന്തരീക്ഷമാണ്, പട്ടണങ്ങളുടെ അന്തരീക്ഷമാണ്. അതാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെയും കുടുംബത്തെയും ഈജിപ്തിൽ എത്തിച്ചത് അള്ളാഹു തആല തനിക്ക് നൽകിയ അനുഗ്രഹമാണ് എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയുന്നത്. ഏതായാലും ഒരുപാട് വർഷം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബം, അതായത് ഇസ്രായേല്യർ, ബനു ഇസ്രായേൽ, അവർ ഈജിപ്തിൽ താമസിച്ചിട്ടുണ്ട്. നിരവധി തലമുറകൾക്ക് അവിടെ രാജാവിൻ്റെ കുടുംബം എന്ന പരിഗണനയോടെ അന്തസ്സോടെ താമസിക്കാൻ വഴിയൊരുങ്ങിയത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിലൂടെയാണ്. അത് വലിയ നിഅമത്താണ്. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിലൂടെയാണ് ഈ ഒരു അന്തസ്സോടെയുള്ള ജീവിതത്തിന് അവർക്ക് വഴിയൊരുങ്ങിയത്. ഇമാം അബു ഹയ്യാൻ റഹ്മത്തുള്ളാഹി എഴുതുന്നുണ്ട്, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമും കുടുംബവും ഈജിപ്തിലെത്തിയ ദിവസം മക്കളും പൗത്രരും കുടുംബാംഗങ്ങളും ഒക്കെയായി ആകെ 100-ൽ താഴെ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പിന്നീട് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ നേതൃത്വത്തിൽ ബനു ഇസ്രായേലുകാർ ഈജിപ്ത് വിട്ടപ്പോഴോ 6 ലക്ഷത്തിലധികം ആളുകൾ ഉണ്ടായിരുന്നു. 100-ൽ നിന്ന് 6 ലക്ഷത്തിലേക്ക് എത്തിയെന്നർത്ഥം. ഇനി നമുക്ക് ആയത്ത് പഠിക്കാം. 100-ാമത്തെ ആയത്ത് പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വറഫഅ അബവൈഹി അലൽ അർശി വഖറൂ ലഹു സുജ്ജദാ وقال يا أبت هذا تأويل رؤياي من قبل قد جعلها ربي حقا وقد أحسن بي إذا أخرجني من السجن وجاء بكم من البدو من بعد أن نزغ الشيطان بيني وبين إخوتي إن ربي لطيف لما يشاء إنه هو العليم الحكيم. ورفع أبويه മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം തൻ്റെ മാതാപിതാക്കളെ സിംഹാസനത്തിലിരുത്തി. റഫഅ എന്ന് പറഞ്ഞാൽ ശരിക്കും ഉയർത്തി എന്നാണ് ഉദ്ദേശം. സിംഹാസനത്തിലിരുത്തി. അലൽ അർശി, സിംഹാസനത്തിന്മേൽ ഉയർത്തി എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിലിരുത്തി. വഖറു, അവരെല്ലാവരും വീണു. ലഹു, യൂസുഫ് നബി അലൈഹി സ്വലാമിന് സുജ്ജദൻ, സാഷ്ടാംഗം വീണു. സുജൂദ് ചെയ്യുന്നവരായി വീണു എന്നാണ്, സാഷ്ടാംഗം പ്രണമിച്ചു. വഖാല, മഹാനവറുകൾ പറഞ്ഞു, യാ അബത്തി, എൻ്റെ പിതാവേ, ഹാദാ, ഇത് തഅ്വീലു, വ്യാഖ്യാനമാണ്, റുഅയായ, എൻ്റെ സ്വപ്നത്തിൻ്റെ, ഇത് എൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ്. മിൻ ഖബ്ലു, മുമ്പ് ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണിത്. ഖദ് ജഅലഹ റബ്ബി ഹഖ്ഖാ, എൻ്റെ നാഥൻ അത് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഖദ് ജഅലഹ, ആ സ്വപ്നത്തെ എൻ്റെ നാഥൻ ആക്കിയിരിക്കുന്നു. റബ്ബി, എൻ്റെ നാഥൻ ആക്കിയിരിക്കുന്നു. ഹഖ്ഖൻ, സത്യം ആക്കിയിരിക്കുന്നതാണ്, പുലർന്നിരിക്കുന്നതാക്കി, സാക്ഷാത്കൃതമാക്കിയിരിക്കുന്നു. ഇനി അള്ളാഹു ചെയ്ത നിഅമത്തുകൾ പറയണം. വഖദ് അഹ്സന ബി, അള്ളാഹു തആല എനിക്ക് നന്മയാണ് ചെയ്തത്. എപ്പോൾ? ഇത് അഖ്റജനി, എന്നെ പുറത്തെത്തിച്ചപ്പോൾ, മിനസ്സിജ്നി, ജയിലിൽ നിന്ന്, എന്നെ ജയിലിൽ നിന്ന് പുറത്തെത്തിച്ചപ്പോൾ അള്ളാഹു എനിക്ക് ചെയ്ത വലിയ നന്മയാണ്. പിന്നെ മാത്രമല്ല, പിന്നെ എപ്പോഴും വജാഅ ബിക്കും, നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴേക്കും, നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും, മിനൽ ബദ്വി, മരുഭൂമിയിൽ നിന്ന്, കാരണം കൻആനിൻ്റെ ആ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ഉദ്ദേശം. വജാഅ ബിക്കും മിനൽ ബദ്വി, മരുഭൂമിയിൽ നിന്ന് നിങ്ങളെവിടെ എത്തിച്ചപ്പോഴും അള്ളാഹു എന്നോട് നന്മയാണ് കാണിച്ചത്. എന്തിനു ശേഷം? മിൻ ബഅദി അൻ നസഗ ശൈത്താനു ബൈനി വബൈന ഇഖ്വതി, സഹോദരങ്ങൾക്കും എനിക്കുമിടയിൽ പിശാച് കുഴപ്പമുണ്ടാക്കിയതിനു ശേഷം. മിൻ ബഅദി, ശേഷം, അൻ നസഗ ശൈത്താനു, പിശാച് കുഴപ്പമുണ്ടാക്കിയതിന് ശേഷം, ബൈനി, എൻ്റെയും, ബൈനി ഇഖ്വതി, എൻ്റെ സഹോദരന്മാർ. കാരണം ആ മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, കിണറ്റിലെറിയാൻ മറ്റു വിഷയങ്ങളൊക്കെ. അതിനുശേഷം നിങ്ങളെ ഇപ്പോൾ ആ ഗ്രാമപ്രദേശത്ത് നിന്ന്, മരുഭൂ പ്രദേശത്ത് നിന്ന് ഈജിപ്തിലേക്ക് ഇങ്ങോട്ട് എത്തിച്ചപ്പോഴും അള്ളാഹു എന്നോട് ഇഹ്സാനാണ് ചെയ്തത്, നന്മയാണ് ചെയ്തത്.
എന്നിട്ട് പറയാണ് ഇന്ന റബ്ബി ലത്തീഫുൽ ലിമാ യശാ, തീർച്ചയായും എൻ്റെ റബ്ബ് താൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളുടെ അതിസൂക്ഷ്മ സംവിധായകനാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അതിസൂക്ഷ്മമായി സംവിധാനം ചെയ്യുന്നവനാണ് അവൻ. താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ ഗൂഢമായി പ്ലാൻ ചെയ്യുന്നവനാണ് അള്ളാഹു തആല. അതൊക്കെ ലത്തീഫിൻ്റെ അർത്ഥം അങ്ങനെയാണ്. താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ വളരെ ഗൂഢമായി പ്ലാൻ ചെയ്യും, അത് സംവിധാനിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പം എൻ്റെ റബ്ബ് അങ്ങനെയുള്ള ലത്തീഫാണ്. ഇന്നഹു ഹുവൽ അലീമുൽ ഹക്കീം, തീർച്ചയായും അവൻ സർവജ്ഞനും യുക്തിമാനുമാണ്. ഓരോ കാര്യവും എത്ര വിസ്മയകരമായി അവിശ്വസനീയമായ രൂപത്തിലൊക്കെയാണ് അള്ളാഹു തആല സംവിധാനിക്കുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലേ? ഇവിടെ തന്നെ ആലോചിച്ച് നോക്കൂ. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കേസിൽ തന്നെ സംഭവിച്ച കാര്യങ്ങൾ എന്തൊരു അത്ഭുതമാണ്. കുടുംബത്തിൽ നിന്ന് വേർപ്പെടുത്തി മരണത്തിലേക്ക് തള്ളിവിടപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാം കിണറ്റിലൂടെ അടിമച്ചന്തയിലൂടെ വന്ന് കൊട്ടാരത്തിലെ പെൺവലയവും ഭേദിച്ച് ജയിലും തരണം ചെയ്ത് ഈജിപ്തിലെ അസീസും രാജാവുമായി മാറിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് ഇന്ന റബ്ബി ലത്തീഫുൻ ലിമാ യശാ. അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ അവൻ കൃത്യമായി ആസൂത്രണം ചെയ്യും, അത് സംവിധാനിക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അതേപോലെ 100ൽ താഴെ ആളുകളാണ് ഈജിപ്ത് എത്തിയപ്പോൾ ഉണ്ടായത്, നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പോയപ്പോൾ 6 ലക്ഷത്തിലേറെ ആൾക്കാർ. നോക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ സംവിധാനം, അള്ളാഹുവിൻ്റെ പ്ലാനിങ് നോക്കൂ. വഖറൂ ലഹു സുജ്ജദാ, എല്ലാവരും മഹാനവർക്ക് സുജൂദിൽ വീണു. ഇവിടെ മാതാപിതാക്കളും സഹോദരങ്ങളും ചെയ്തു എന്ന് പറഞ്ഞ ഈ സുജൂദ് ഇബാദത്തിൻ്റെ സുജൂദല്ല, പ്രത്യേകം മനസ്സിലാക്കണം. എല്ലാ മുഫസ്സിരീങ്ങളും പണ്ഡിതന്മാരും ഏകകണ്ഠമായി പറഞ്ഞ വിഷയമാണത്. ഇതെന്തല്ല? ഇബാദത്തിൻ്റെ സുജൂദല്ല. പിന്നെയോ ഇത് ആദരവിൻ്റെ സുജൂദാണ്. ഇബാദത്തിൻ്റെ സുജൂദ് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ, അതിലൊരു തർക്കമല്ല. അന്നത്തെ കാലത്തും മറ്റു പല സമൂഹങ്ങളിലും ബഹുമാനവും ആദരവും കാണിക്കാൻ ഇത്തരം സുജൂദ് ചില അനുവദനീയമായിരുന്നു. ഇമാം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുന്നുണ്ട്, അവരെല്ലാം യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് വരികയും നേരിൽ കാണുകയും ചെയ്തപ്പോൾ സുജൂദിൽ വീണു. അക്കാലത്ത് രാജാക്കന്മാർക്കുള്ള അഭിവാദ്യമായിരുന്നു അത്. ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ആ സുജൂദ് നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ, അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ, നമുക്ക് മുമ്പുള്ള ആളുകളുടെ അഭിവാദനമായിരുന്നു. അങ്ങനെയാണ് അവർ പരസ്പരം അഭിവാദ്യം അർപ്പിച്ചിരുന്നത്. ഈ സമുദായത്തിന് അല്ലാഹു തആല നിശ്ചയിച്ചത് അങ്ങനത്തെ സുജൂദ് എന്ന അഭിവാദനം അല്ല, മറിച്ച് സ്വർഗവാസികളുടെ അഭിവാദ്യമായ സലാം പറയുക എന്നതാണ്. നമ്മൾ പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയും. മുമ്പത്തെ സമുദായങ്ങളിൽ അങ്ങനെയല്ല, അന്ന് സുജൂദായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ഈ സുജൂദിനെ പറ്റി ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിം പറയുന്നുണ്ട്, അവരുടെ മതനിയമങ്ങളിൽ, അന്നത്തെ കാലത്ത് അവരുടെ മതനിയമങ്ങളിൽ നിയമാനുസൃതമായിരുന്നു അത്ര ഈ സുജൂദ്. വലിയവർ അഭിവാദ്യം ചെയ്യുമ്പോൾ ഇങ്ങനെയായിരുന്നു അവർ ചെയ്തിരുന്നത്. ആദം നബി അലൈഹി സ്വലാം മുതൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ശരീഅത്ത് വരെയും ഇത് അനുവദിച്ചിരുന്നു. പിന്നീട് നമ്മുടെ ശരീഅത്തിൽ അത് നിഷിദ്ധമാക്കുകയും സുജൂദ് അള്ളാഹുവിന് മാത്രമുള്ളതാക്കി മാറ്റുകയും ഉണ്ടായി. ഇന്നിപ്പോൾ നമ്മൾ ആദരവ് കാണിക്കാൻ ഇങ്ങനെ സലാം പറഞ്ഞ് അല്ലേ, കൈ ചുംബിക്കാറുണ്ട്, ഹസ്തദാനം ചെയ്യാറുണ്ട്, എണീറ്റ് നിൽക്കാറുണ്ട്, അഭിവാദ്യം അർപ്പിക്കാറുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇതേപോലെ അന്ന് അവരുടെ ഒരു രീതിയായിരുന്നു സുജൂദ് എന്നർത്ഥം. ആകട്ടെ, വഖദ് അഹ്സന ബി ഇദ് അഖ്റജനി മിന അസ്സജ്ൻ വജാഅ ബികും മിൻ ബദ്വി മിൻ ബഅദി നസ്ഗ അശ്ശൈത്താൻ ബൈനി വബൈന ഇഖ്വതി. സഹോദരന്മാർ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണറ്റിലിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടത് വലിയ അനുഗ്രഹമാണ്. പക്ഷെ അതിവിടെ പറഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ചോ? ഇവിടെ അള്ളാഹു ചെയ്തത് നിഅമത്തുകൾ അതിൻ്റെ കൂട്ടത്തിൽ ആദ്യം യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞത് ജയിലിൽ നിന്ന് നിന്നെ പുറത്തെത്തിച്ചു എന്നതാണ്. കിണറ്റിൽ നിന്ന് രക്ഷിച്ചതും വലിയ നിഅമത്ത് തന്നെയാണ്. പക്ഷേ അത് പറഞ്ഞിട്ടില്ല. എന്താ കാരണം എന്നറിയോ? അത് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ മാന്യതയാണ്. അതായത് കഴിഞ്ഞ തവണ സഹോദരന്മാർ ഈജിപ്തിൽ വന്നപ്പോൾ ഈ രഹസ്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ സമയത്ത് അവർ ചെയ്ത എല്ലാ വേണ്ടാത്തരങ്ങളും മഹാനവർകൾ മാപ്പ് ചെയ്ത് കൊടുത്തിരുന്നു. ഈ മാപ്പ് ചെയ്ത് കൊടുത്ത വിഷയം വീണ്ടും എടുത്തെടുത്ത് പറഞ്ഞിട്ട് അവരെ അപമാനിക്കുന്നത് ശരിയല്ലല്ലോ. അതാണ് ഇവിടെ അത് വിട്ടുകളയാൻ കാരണം എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് 101-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഒട്ടേറെ പരീക്ഷണങ്ങൾ തരണം ചെയ്ത ആളാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം. അങ്ങനെയൊക്കെ തരണം ചെയ്ത് ഇപ്പോൾ ഒരാൾക്ക് ഭൗതിക ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പദവികളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജാവാണല്ലോ. പിതാവായ യാക്കൂബ് നബി അലൈഹി സ്വലാം നിരവധി കഷ്ടപ്പാടുകൾക്കും പരീക്ഷണങ്ങൾക്കും സങ്കടക്കടലുകൾ കുടിച്ചു തീർത്തതിനു ശേഷം ഇപ്പോൾ രാജകീയമായ സുഖത്തോടെ സന്തുഷ്ടനായി ജീവിക്കുന്നത്, തൻ്റെ കൂടെ ജീവിക്കുന്നത് മഹാനവറുകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാം കാണുകയാണ് തൻ്റെ കൂടെ ബാപ്പ ജീവിക്കുന്നത്.
ഇതൊക്കെ വലിയ നിഅമത്തല്ലേ, മാഷാ അല്ലാഹ്. ഏതായാലും ഈ ഒരു സംഭവത്തിന് ശേഷം യൂസുഫ് നബി അലൈഹി സ്വലാം 23 കൊല്ലം കൂടി ജീവിച്ചു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മഹാന്മാരായ പൂർവ്വപിതാക്കളുടെ അടുത്ത് തനിക്കും ചെന്നു ചേരണം. ഈ ഭൗതിക സാമ്രാജ്യത്തിലെ സിംഹാസനവും ചെങ്കോലുമൊന്നും ശാശ്വതമല്ല, അതെല്ലാം നിസ്സാരമാണ്. ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കിയ ആളാണ് യൂസുഫ് നബി അലൈഹി സ്വലാം. അതുകൊണ്ട് രാജാതിരായ റബ്ബിനോട് രക്ഷ ചോദിക്കുകയാണ് ഇനിയുള്ള 101-ാമത്തെ ആയത്തിൽ. അതായത് തനിക്ക് ലഭിച്ച ഈ ഭൗതിക അനുഗ്രഹമായ രാജപദവി, അധികാരം, അതിനെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. പടച്ചവനെ, നീ എനിക്ക് രാജാധികാരം നൽകി. ഈജിപ്തിൽ അദ്ദേഹത്തിന് ഭരണകാര്യങ്ങളിൽ ലഭിച്ച നേതൃത്വമാണ് ഉദ്ദേശം. അവിടെ പേരിനൊരു ഫിർഔൻ, ഒരു ഫറോവ രാജാവുണ്ട്. പക്ഷേ ഈജിപ്തിലെ ഭരണം മിക്കവാറും നടത്തിയിരുന്നത് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം ആയിരുന്നു. രണ്ടാമതായി പറയുന്നത് ഇൽമ് പഠിപ്പിച്ചു കൊടുത്ത അനുഗ്രഹമാണ്, സ്വപ്നവ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്ത അനുഗ്രഹമാണ്. ഇങ്ങനെ അല്ലാഹു തആല മഹാനവറുകൾക്ക് ഈ ലോകത്ത് നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞ് അതിനൊക്കെ നന്ദി പറഞ്ഞ് അതുപോലെ തൻ്റെ പരലോക ജീവിതവും അനുഗ്രഹീതമാക്കി തീർക്കണം എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് മഹാനവറുകൾ. ഭൗതിക പ്രൗഢിയുടെ കൊടുമുടിയിലാണ് ഇപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം ഉള്ളത്. എന്നിട്ടും പാരിത്രിക വിജയത്തിനും സ്വാലിഹീങ്ങളോടുള്ള സമ്പർക്കത്തിനുമാണ് മഹാനവറുകൾ ദുആ ചെയ്യുന്നത്. ഈ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താവുക, സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുക, ഇതാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടം. അതാണ് സാക്ഷാൽ വിജയവും സൗഭാഗ്യവും. ബാക്കിയൊക്കെ നിസ്സാരമാണ്. അതാണ് ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജാവായി വാഴുന്ന യൂസുഫ് നബി അലൈഹി സ്വലാം സർവശക്തനായ അള്ളാഹുവിനോട് തേടുന്നത്. എനിക്കത് മതി, അത് വേണം എനിക്ക്. നമ്മൾ ശരിക്കും ചിന്തിക്കുക, ഇന്നത്തെ കാലത്തൊക്കെ സാമ്പത്തികമായി കുറച്ച് മെച്ചപ്പെടുമ്പോഴേക്ക്, ചെറിയ ചെറിയ സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോഴേക്ക് അള്ളാഹുവിനെയും റസൂലിനെയും ദീനിനെയും ഒക്കെ മറന്നു കളയുന്ന, അവഗണിക്കുന്ന ആളുകളെ ഇന്നും യഥേഷ്ടം കാണാം. അത്തരം ആളുകളൊക്കെ ഇവിടെ ശ്രദ്ധിക്കണം. മഹാനായൊരു പ്രവാചകനാണ് ഇങ്ങനെ ദുആ ചെയ്യുന്നത്. മരിക്കുന്ന സമയത്ത് എൻ്റെ ഈമാൻ സലാമത്താക്കണം, അല്ലേ, മുസ്ലിമായി മരിപ്പിക്കണം, സ്വാലിഹീങ്ങളോട് ചേർക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അപ്പോൾ നമ്മളൊക്കെ എത്ര ദുആ ചെയ്യണം. മഹാനായൊരു പ്രവാചകൻ ദുആ ചെയ്യാണ്, മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിപ്പിക്കണം റബ്ബേ. യാ അല്ലാഹ്, അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വാലിഹീങ്ങൾ നമ്മളെയും അവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ, ആമീൻ. 101-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. റബ്ബി, എൻ്റെ റബ്ബേ, ഖദ് ആതൈതനി, നീ എനിക്ക് തന്നിട്ടുണ്ട്, മിനൽ മുൽക്ക്, രാജാധികാരം തന്നിട്ടുണ്ട്, വഅല്ലംതനി, നീ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, മിൻ തഅ്വീലിൽ അഹാദീസ്, സ്വപ്നവ്യാഖ്യാനം, ഇത് രണ്ടും നീ എനിക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാം, ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സ്രഷ്ടാവേ, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനെ, അൻത വലിയ്യി, നീയാണ് എൻ്റെ സംരക്ഷകൻ, നീയാണ് എൻ്റെ സംരക്ഷകൻ, ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും, തവഫനി മുസ്ലിമ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ, വൽഹിഖ്നി, നീ എന്നെ ചേർക്കുകയും ചെയ്യണമേ, ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂടെ, സ്വാലിഹീങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. 102-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കാം, 101-ാം ആയത്തോടു കൂടി യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം അവസാനിക്കുകയാണ്. ഇനി ആ ചരിത്രം മുമ്പിൽ വെച്ച് സത്യനിഷേധികളായ ആളുകളുടെ ചിന്ത ഉണർത്തുകയാണ്, തട്ടി ഉണർത്തുകയാണ് അല്ലാഹു തആല. നിങ്ങൾ നോക്കൂ, യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഈ ഒരു ചരിത്രം എത്ര ആധികാരികമായാണ്, എത്ര സത്യനിഷ്ഠമായാണ്, വ്യക്തമായാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലേ? യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരങ്ങൾ ഗൂഢാലോചന നടത്തിയ സമയത്തോ അതിക്രമം നടത്തിയ സ്ഥലത്തോ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്നിട്ടും അവിടെ ഉണ്ടായിരുന്നത് പോലെ, ആ സ്ഥലത്ത് ഹാജറുണ്ടായിരുന്നത് പോലെ, ദൃക്സാക്ഷിയെപ്പോലെ എല്ലാം വളരെ വ്യക്തമായി ക്രമാനുകൃതമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുകയാണ്. ഇതെവിടുന്ന് കിട്ടി? മുൻ വേദങ്ങളിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്? ഇല്ലല്ലോ. ഉമ്മിയാണ്, നിരക്ഷരനാണ്. പിന്നെ അറബികൾക്കും ഈ ഒരു ചരിത്രത്തെ പറ്റി കാര്യമായിട്ട് വിവരമൊന്നുമില്ല. പിന്നെ എവിടുന്ന് കിട്ടി? എവിടുന്നാണ് ഈ കഥകളൊക്കെ കൃത്യമായി ഇത്രയും വിവരിച്ചു തരാൻ കഴിയുന്നത്? അള്ളാഹുവിൽ നിന്നുള്ള വഹ്യ് ലഭിച്ചു എന്നതുകൊണ്ട് തന്നെ. അള്ളാഹുവിൽ നിന്നുള്ള വഹ്യ് മൂലമാണ് ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൃത്യമായി പറയാൻ കഴിയുന്നത്, അല്ലേ? ഇതിലൊന്നും തീരെ സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് സത്യനിഷേധികളോട് അല്ലാഹു തആല പറയാണ്, ഇതൊക്കെ വഹ്യ് മൂലമാണ് അവിടെ നിന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ വഹ്യായി അവതരിക്കുന്ന സംഗതിയാണ്, നിങ്ങൾ നിഷേധിക്കരുത്.
പരിശുദ്ധ ദീനിന്റെ ഏതു കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വഹി മുഖേനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കില്ല എന്ന് അല്ലാഹു തആല കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കില്ല, അത് വഹി മാത്രമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വഹി അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള വഹിയാണ് എന്നതുകൊണ്ട് തന്നെ അതിലൊന്നും തീരെ സംശയിക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് കുറച്ചെങ്കിലും ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, സത്യനിഷേധികളെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, നിങ്ങൾ ഖുർആൻ അംഗീകരിച്ചേ പറ്റൂ. ഇതാണ് അല്ലാഹു തആല അവരോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ സൂറയുടെ തുടക്കം നമ്മൾ പഠിച്ചപ്പോൾ ഈ ചരിത്ര സംഭവം അല്ലാഹു തആല പറയാൻ തുടങ്ങിയത് ഓർമ്മയുണ്ടോ? നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേക്ക് വളരെ നല്ലൊരു കഥ വിവരിച്ചു തരുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്, അല്ലേ? അങ്ങനെ ആ സൂറത്തിൻ്റെ ആരംഭം മുതൽ വളരെ ക്രമമായി പറഞ്ഞ സംഭവങ്ങളെ ചൂണ്ടി അല്ലാഹു തആല ഇനി പറയുകയാണ്. ദാലിക്, നോക്കൂ 102-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദാലിക മിൻ അംബാഇൽ ഗൈബി നൂഹിഹി ഇലൈക വമാ കുൻത ലദൈഹിം ഇദ് അജ്മഉ അംറഹും വഹും യംകുറൂൻ. ദാലിക്, ഇവയത്രയും, നമ്മ സൂറത്തിൻ്റെ തുടക്കം മുതൽ ഇതുവരെ ക്രമമായി പറഞ്ഞ സംഭവങ്ങൾ അത്രയും മിൻ അംബാഇൽ ഗൈബ്, അദൃശ്യകാര്യങ്ങളിൽപ്പെട്ടതാണ്, അദൃശ്യമായ വൃത്താന്തങ്ങളിൽപ്പെട്ടതാണ്. നൂഹീഹി ഇലൈക്, താങ്കൾക്കത് വഹിയായി നാം നൽകിയതാണ്. നൂഹീഹി, ദിവ്യ സന്ദേശമായി നാം അത് നൽകുന്നു, ഇലൈക, താങ്കൾക്ക്. അമാ കുന്ത, അങ്ങുണ്ടായിരുന്നില്ലല്ലോ, ലദൈഹിം, അവരുടെ അടുത്ത്, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരന്മാരുടെ അടുത്ത് അങ്ങുണ്ടായിരുന്നില്ലല്ലോ. എപ്പോ? ഇത് അജ്മഉ അംറഹും, അവര് ഗൂഢാലോചന നടത്തിയപ്പോ, അവര് പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോൾ, വഹും യംകുറൂൻ, ഗൂഢാലോചന നടത്തുന്നവരായി. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെതിരെ നിഗൂഢ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോൾ അവരോടൊപ്പം താങ്കൾ ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ടും താങ്കൾ കണ്ടതുപോലെ പറയുകയാണ്, വഹിയാണെന്നർത്ഥം. ഇത് അജ്മഉ അംറഹും, അവർ പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോൾ, വഹും യംകുറൂൻ, നിഗൂഢ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ചതിക്കാൻ വേണ്ടി അവർ പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോൾ അങ്ങ് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ. 103-ാമത്തെ ആയത്തിലേക്ക് കിടക്കാം. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിച്ചതാണ് എന്നതിന് വളരെ വ്യക്തമായ തെളിവാണ് ഈ പറഞ്ഞ ചരിത്ര സംഭവങ്ങളൊക്കെ, അല്ലേ? ഖുർആൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ അധിക പേരും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. എല്ലാവരും വിശ്വസിച്ച് കാണണമെന്ന് അതിയായ ആഗ്രഹമുള്ള ആളാണ് ആര്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നടന്നുകൊള്ളണമെന്നില്ല എന്ന് അല്ലാഹു തആല പറയാം. അവരങ്ങനെ വിശ്വസിക്കാത്തത് ദൃഷ്ടാന്തങ്ങളുടെ കുറവ് കൊണ്ടോ മറ്റോ അല്ല, പിന്നെ ധിക്കാരം കൊണ്ടാണ്, ദുർവാശി കൊണ്ടാണ്. അധികം ആളുകളും ആ ഒരു ഗണത്തിൽപ്പെട്ടവരുന്നു. നോക്കൂ 103-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അക്സറുൻ നാസ് വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. വമാ അക്സറുൻ നാസ്, ജനങ്ങളിൽപ്പെട്ട അധിക പേരും അല്ല, വലൗ ഹറസ്ത, താങ്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും, എന്തല്ല? ബിമുഅ്മിനീൻ, സത്യവിശ്വാസികളല്ല എന്ന് പറഞ്ഞാൽ താങ്കൾ എത്ര കൊതിച്ചാലും മിക്ക മനുഷ്യരും സത്യവിശ്വാസം സ്വീകരിക്കുകയില്ല. അപ്പോൾ പ്രബോധനം ചെയ്യേണ്ട ഉത്തരവാദിത്തം മാത്രമേ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്കുള്ളൂ. ഇൻ അലൈക ഇല്ലൽ ബലാഗ്, നാം പറഞ്ഞു തരുന്നത് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം, ദീനി ദഅവത്ത്, പ്രബോധനം, ഇത് മാത്രമേ അങ്ങയുടെ ഉത്തരവാദിത്തമുള്ളൂ. അതങ്ങ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെടേണ്ട. താങ്കൾക്ക് കൊതിയുണ്ട് അവരെല്ലാവരും മുസ്ലിമാണ്, പക്ഷെ നടക്കാൻ പോകുന്നില്ല. എല്ലാ മനുഷ്യർക്കും നന്മ വരുത്തുന്ന വിശുദ്ധ ഗ്രന്ഥമാണ് ഈ ഖുർആൻ. അത് സത്യമാണ് എന്നതിന് ഒരുപാട് തെളിവുകൾ ഞാൻ ഇത്തരം സംഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു, ഇത്തരം സംഭവങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നൽകിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആളുകൾ വിശ്വസിക്കാതിരിക്കാൻ എന്ത് ചെയ്യാനാണ്? അപ്പോൾ ആവശ്യമുള്ളവർ, വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കട്ടെ, അല്ലാത്തൊരു നിഷേധം തുടരട്ടെ. അല്ലേ? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അതിൻ്റെ പേര് സങ്കടപ്പെടേണ്ടതില്ല. ഒമാ അക്സറുന്നാസ്, ഈ ഒരു പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. മനുഷ്യരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രയോഗം ഇന്ന് വളരെ പ്രസക്തമാണ്. കാരണം ഇന്നിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, എല്ലാവരും അങ്ങനെ ചെയ്യണില്ലേ, പിന്നെന്താ കുഴപ്പം? ഇപ്പോൾ ഒരുപാട് ആളുകൾ ഒരു സംഗതി ചെയ്യുന്നു എന്ന് വിചാരിച്ചത് ശരിയാക്കണമെന്നില്ലല്ലോ. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമോ എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നതോ എല്ലാം ശരിയാണെന്നതിന് മാനദണ്ഡമല്ല.
സത്യത്തിൻ്റെ പക്ഷത്ത് എപ്പോഴും കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. അധിക ആളുകളും അസത്യത്തിൻ്റെ, വേണ്ടാത്തരത്തിൻ്റെ, ദുർമാർഗത്തിൻ്റെ സൈഡിലായിരിക്കും. അതാണ് ഒമ അക്തറുന്നാസ് എന്ന് പറഞ്ഞത് അല്ലേ. ഇപ്പോൾ പിശാചിനെ നിങ്ങൾ എടുത്തു നോക്കൂ. ശൈത്താൻ എത്രങ്ങാനും അനുയായികളെ ലോകത്തുള്ളത്. ലോകത്തുള്ള ആളുകൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ആൾ പിശാചാണ്. നമ്മളൊക്കെ അടക്കം പലപ്പോഴും അവരുടെ കൂടെ പോകാറില്ലേ. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ, ആമീൻ. എന്ന് വിചാരിച്ച് പിശാച് ശരിയാണെന്ന് പറയാൻ പറ്റുമോ? പിശാച് ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ എല്ലാവരും ചെയ്യുന്നില്ലേ, അതുകൊണ്ട് ഞാനും ചെയ്യട്ടെ എന്നത് ഒരു ന്യായീകരണമല്ല എന്നുകൂടെ ഇവിടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. ഇത്രയുമാണ് ഇന്നത്തെ പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാന മുഹമ്മദ്. അള്ളാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നമുക്ക് സ്വാലിഹായ അമലായി സ്വീകരിക്കണം തമ്പുരാന്. മഹാന്മാരെ അമ്പിയാക്കളോട് കൂടെ ഞങ്ങളെയും നാളെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം തമ്പുരാന്. ഇതെല്ലാം ആഖിറത്തിലേക്ക് വരവെക്കണേ അള്ളാഹ്. നിന്റെ ദീനിനും ഇൽമിനും ഖുർആനിനും ഇഖ്ലാസോടുകൂടി ഇജ്ജത്തോടുകൂടി ഖിദ്മത്തിനുള്ള അവസരം നൽകണം തമ്പുരാൻ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തി തരണം അള്ളാഹ്. മാതാപിതാക്കൾക്ക് ഖൈർ നൽകണം തമ്പുരാൻ. റഹ്മത്ത് ചൊരിയണം റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ. ഈ ക്ലാസ് കേൾക്കുന്ന ആളുകൾ, അധ്വാനിക്കുന്നവർ, ഇതിനുവേണ്ടി ഇത് റെഫർ ചെയ്യുന്നവർ, ഇതിനുവേണ്ടി ഇതിൻ്റെ പ്രചാരണം ഏറ്റെടുക്കുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണം റഹ്മാന്. ഞങ്ങളൊക്കെ നീ സലാമത്തിലാക്കി തരണം അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ തഫറഖനാ മിൻ ബഅദി തഫറഖൻ മഅസൂമാ. ഇതുകൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ, എല്ലാവർക്കും ഖൈറും സലാമത്തും നൽകണം തമ്പുരാന്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.